ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ നദികളാണ്. ഇന്ത്യൻ നദികളിൽ ഹിമാലയൻ നദിയായിട്ടുള്ള ഗംഗയാണ് ഞാൻ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഗംഗ നമ്മുടെ ദേശീയ നദിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യമായിട്ട് പഠിക്കാനുണ്ട്. 2 സെക്ഷനായിട്ടാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തേൽ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഗംഗയെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. രണ്ടാമത്തെ പാർട്ടിൽ ഗംഗയുടെ പോഷക നദികളും മറ്റു കാര്യങ്ങളും നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഗംഗയുടെ ആദ്യത്തെ പാർട്ടാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്ത്യൻ നദികൾ. ഓക്കെ, ഇന്ത്യൻ നദികളെ പ്രധാനമായിട്ടും 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എന്താണ്? ഒന്ന് ഹിമാലയൻ നദി, രണ്ടാമത്തത് ഉപദ്വീപീയ നദി. ഹിമാലയൻ നദിയിൽ 3 നദികളാണുള്ളത്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഉത്തര പർവ്വത മേഖലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് നദികളുണ്ടല്ലേ. അപ്പോൾ ഈ നദികൾ 2 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത് ഹിമാലയൻ നദികൾ, രണ്ടാമത് ഉപദ്വീപീയ നദികൾ. ഹിമാലയൻ നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെയാണ് ഹിമാലയൻ നദികൾ എന്ന് പറയുന്നത്. ഈ ഹിമാലയൻ നദികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവ വറ്റാത്ത നദികളാണ്. വറ്റാത്ത നദികൾ കാരണം ഈ നദികളൊക്കെ ഉത്ഭവിക്കുന്നത് ഉത്തര പർവ്വത മേഖലയിൽ നിന്നാണ്. തണുപ്പ് കൂടിയ സ്ഥലമാണ്. ഓക്കെ, അപ്പോൾ ഈ ഹിമാലയത്തിലെ മഞ്ഞു മൂടിയ കൊടുമുടികളും ഹിമാനികളും ഇതൊക്കെ ശുദ്ധജലത്തിന്റെ വൻ ശേഖരങ്ങളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ഹിമാലയൻ നദികളൊന്നും വറ്റാത്ത നദികളാണ്, വറ്റി വരളാത്ത നദികളാണ്. ഓക്കെ, മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്നുണ്ടാകുന്ന മഹാനദികളാണ് ഹിമാലയൻ നദികൾ. എന്താണ്? മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്നുണ്ടാകുന്ന മഹാനദികളാണ് ഈ ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന നദികൾ. ഓക്കെ, അതിവിസ്തൃതമായിട്ടുള്ള വൃഷ്ടിപ്രദേശം ഉള്ളത് കൊണ്ടും അതുപോലെ മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ഇവയ്ക്ക് ജലം ലഭിക്കുന്നത് കൊണ്ടും ഈ വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളായിരിക്കും നമ്മുടെ ഹിമാലയൻ നദികൾ എന്ന് പറയുന്ന നദികൾ. ചെരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെയാണ് ഇവ ഒഴുകുന്നത്. കാരണം മുകളിൽ നിന്നല്ല വരുന്നത്, കുന്നുമുകളിൽ നിന്നൊക്കെയാണ് ഇവ ഉത്ഭവിച്ചു വരുന്നത്. അപ്പോൾ ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് കേട്ടോ. ഹിമാലയത്തിന്റെ മിക്ക ഭാഗവും അവസാദശിലകൾ ആയതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് കാര്യത്തിലേക്ക് പോവാം. എന്താ പറഞ്ഞത്? ഹിമാലയൻ നദികളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഹിമാലയൻ നദികളിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കാനുള്ളത് 3 നദികളാണ്. എന്താണ്? സിന്ധു നദി, ഗംഗാ നദി, ബ്രഹ്മപുത്ര. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഗംഗയാണ് കേട്ടോ. ഓക്കെ, ഗംഗ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിക്കാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. വരുണ, അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലത്തെയാണ് വാരണാസി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പുണ്യ നദി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയിലെ നദിയാണ് ഗംഗാ നദി. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 നവംബർ 4. ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഖായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിലാണ്. ഇവിടെ ഉത്തരാഖണ്ഡിലാണ് വരുന്നത്. ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി എന്നാണ്. ഭാഗീരഥി. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഈ പിക്ചറിൽ കാണുന്നതാണ് കേട്ടോ ഗംഗാ നദി. അതിന് കുറച്ച് പോഷക നദികളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയിലൂടെയുള്ള ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത് 2525 കിലോമീറ്റർ ആണ്. ഗംഗയുടെ മൊത്തം നീളം അല്ല, അത് ഇന്ത്യയിലൂടെ മാത്രമുള്ളതാണ്. ഈ ഗംഗാ നദി ഒഴുകുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ബംഗ്ലാദേശിലൂടെയും പോകുന്നുണ്ട് കേട്ടോ. ബംഗ്ലാദേശിലൂടെ പോയിട്ടാണ് ബേ ഓഫ് ബംഗാൾ ഉൾക്കടലിൽ അത് എത്തിച്ചേരുന്നത്. അപ്പോൾ ഇന്ത്യയിലൂടെ മാത്രം ഒഴുകുന്ന നീളമാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട്, 2525 കിലോമീറ്റർ. ഓക്കെ,
ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാതടം. വരുണ, അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. വരുണ, അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലം വാരണാസി. ഈസി ആയിട്ട് പഠിക്കാം. വരുണ, അസിയും കൂടി ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ വാരണാസി എന്ന് കിട്ടും അല്ലേ? വരുണ, അസി, വാരണാസി, അങ്ങനെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇന്ത്യയുടെ പുണ്യ നദി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോഡൊന്നും വേണ്ടല്ലോ, കൃത്യമായിട്ട് അറിയുന്നതായിരിക്കും എല്ലാവർക്കും. ഇന്ത്യയുടെ പുണ്യ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയുടെ നദിയും എന്താണ്? ഗംഗയാണ്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയുടെ നദി എന്ന് പറയുന്നത് നമ്മുടെ ദേശീയ നദിയായിട്ടുള്ള ഗംഗ തന്നെയാണ്. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4-ന്. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2008 നവംബർ 4-ന്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008-ലാണ്. 2008 നവംബർ 4. നെക്സ്റ്റ്, ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനി. ഹിമാലയത്തിലെ ഗായ്മുഖ്, ഗംഗയാണല്ലോ, ഗംഗ, ഗായ്മുഖ്, ഗംഗോത്രി, എല്ലാം ഒരു ടച്ചില്ലേ? അപ്പൊ ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിലാണ് നമ്മുടെ ഗംഗ ഉത്ഭവിക്കുന്നത്. എവിടെയാണ് സ്ഥലം? ഉത്തരാഖണ്ഡ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഉത്ഭവസ്ഥാനത്ത് ഗംഗ അറിയപ്പെടുന്നത് ഭഗീരഥി. നല്ല ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ജനിച്ചത് ഉത്ഭവസ്ഥാനം എന്ന് പറയുമ്പോൾ ആ ജനിക്കുന്ന സ്ഥലം എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് എടുത്താൽ ഒരു ഭാഗ്യമുണ്ട് എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്തൂടെ? ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ജനിച്ചത് എന്നൊക്കെ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഭഗീരഥിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഇന്ത്യയിലൂടെ ഒഴുകുന്ന നീളം 2525 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏറ്റവും വലിയ നദീതടം എന്ന് പറയുന്നത് ഗംഗാതടമാണ്. വരുണ, അസി എന്നീ പോഷക നദികൾ ഗംഗയോട് ചേർന്ന സ്ഥലം വാരണാസിയാണ്. ഇന്ത്യയുടെ പുണ്യ നദി എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യയുടെ നദിയാണ് ഗംഗാ നദി. ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. ഓക്കെ, നെക്സ്റ്റ്, ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗായ്മുഖ് ഗുഹയിലെ ഗംഗോത്രി ഹിമാനിയിലാണ്. ഉത്തരാഖണ്ഡ് ജില്ലയിലാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. ഉത്ഭവസ്ഥാനത്ത് ഗംഗാ നദി അറിയപ്പെടുന്നത് ഭാഗീരഥി എന്നാണ്. നല്ല ഭാഗ്യമുള്ള കുട്ടിയാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരി എന്നാണ്. അളകാപുരി. ഓക്കെ, സിമ്പിൾ അല്ലേ? ഭാഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭാഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ്. ജസ്റ്റ് കേട്ട് പോവാട്ടോ, അങ്ങനെ ജസ്റ്റ് കേട്ട് പോയാൽ മാത്രം മതി. ഭാഗീരഥി, അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വച്ച് ഒരുമിച്ച് ചേർന്ന് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. എന്താണ്? ഭാഗീരഥി, അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ചിട്ട് ഒരുമിക്കുന്നു. അതിനുശേഷം ഗംഗ എന്ന നദിയായിട്ട് ഒഴുകുന്നു. ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളും ചേരുന്ന സ്ഥലത്തിന്റെ പേരാണ് പ്രയാഗരാജ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗംഗ, യമുന, സരസ്വതി, ഇത് 3 നദികളാണ്. ഈ 3 നദികളും ചേരുന്ന സ്ഥലമാണ് പ്രയാഗരാജ്. ത്രിവേണി സംഗമം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ത്രിവേണി സംഗമം നടക്കുന്നത് ഈ പ്രയാഗരാജിലാണ്. അതായത് നമ്മുടെ അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗരാജ്. പ്രയാഗരാജ്. ഈ പ്രയാഗരാജ് ഈ അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗരാജ് എന്ന് പറഞ്ഞു. പ്രയാഗരാജ് എന്നാണ് ഈ ഗംഗ, യമുന, സരസ്വതി എന്നീ 3 നദികളും കൂടിച്ചേരുന്ന ത്രിവേണി സംഗമം എന്ന് പറയുന്ന സംഭവം. ഓക്കെ, നെക്സ്റ്റ്, ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലാണ്. ഗംഗ ഉത്ഭവിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് ഉത്തർപ്രദേശിലാണ് കേട്ടോ. പ്രധാന പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക്. ഓക്കെ, ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഭാഗം മാത്രമേ കുറച്ചൊരു ഇതുള്ളൂ കേട്ടോ. പ്രധാന പോഷക നദികളാണ് യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക്. ഓക്കെ,
അപ്പോൾ ഈ എന്താ പറയാ, ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി എന്ന് പറയുന്നത് യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാർ എന്നാണ്. ഓക്കെ, ഈ ഹരിദ്വാർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പറയാം. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ് കേട്ടോ. ഒന്നുകൂടി വായിക്കാം. അളകനന്ദ നദി ഉത്ഭവിക്കുന്നത് അളകാപുരി. ഭഗീരഥി അളകനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ്. ഭഗീരഥി അതുപോലെ അളകനന്ദ നദികൾ ദേവപ്രയാഗിൽ വെച്ച് ഒരുമിച്ച് ചേർന്ന് പിന്നെ എന്താണെന്ന് മാറുന്നു? ഗംഗാ നദിയായിട്ട് മാറുന്നു. ഗംഗാ നദി എന്ന പേരിൽ അറിയപ്പെടുന്നു, ഒഴുകുന്നു. ഗംഗ, യമുന, സരസ്വതി പ്രയാഗരാജ് എന്നാണ് ഒന്നിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ത്രിവേണി സംഗമം ഇമ്പോർട്ടൻ്റ്. ഓക്കെ, ത്രിവേണി സംഗമം അലഹബാദിലാണ് വെച്ച് നടക്കുന്നത്. അതിന്റെ പുതിയ പേര്, അലഹബാദിന്റെ പുതിയ പേരാണ് പ്രയാഗരാജ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്നത്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന പ്രദേശം, അതായത് ആ സംസ്ഥാനം ഉത്തർപ്രദേശ്. പ്രധാന പോഷക നദികൾ യമുന, കോസി, ദാമോദർ, സോൺ, ഗാഗ്ര, ഗോമതി, ഗണ്ഡക്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സിമ്പിൾ ആയിട്ട് പഠിക്കാം കേട്ടോ. ജസ്റ്റ് കേട്ട് പോവാം. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് എന്ത്? യമുന എന്ന് പറയുന്ന നദി. ഗംഗാ നദി ഉത്തര മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചാണ്. ഹരിദ്വാർ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. അത് പാലത്തിന്റെ പേരാണ് ഫറാക്ക ബാരേജ്. ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാൾ. ഈ പിക്ചറിൽ നിങ്ങൾ പശ്ചിമ ബംഗാൾ കാണുന്നുണ്ടോ? ഓക്കെ, ഗംഗാ നദിക്ക് കുറുകെ പശ്ചിമ ബംഗാളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ പേരാണ് ഫറാക്ക ബാരേജ്. ഗംഗ ഏത് സ്ഥലത്ത് നിന്നാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഈ ഫറാക്കയിൽ നിന്നാണ്. ആ എന്താണ് ഫറാക്ക കേട്ടോ. അപ്പൊ ഗംഗ ഏത് സ്ഥലത്ത് നിന്നാണ് ബംഗ്ലാദേശിലേക്ക് കടക്കുന്നത്? ഫറാക്കയിൽ നിന്നാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ഫറാക്ക ബാരേജും ഉള്ളത്. ഗംഗാ നദിയും ബ്രഹ്മപുത്രയും ചേരുന്ന സ്ഥലമാണ് ചാന്ദ്പൂർ. ഗംഗാ നദിയും ബ്രഹ്മപുത്ര ഇപ്പുറത്തേക്കൂടെ വരുന്നുണ്ട്. കണ്ടോ, രണ്ട് പിക്ചർ കണ്ടോ നിങ്ങൾ? ഇത് ഗംഗയാണ്, ഇത് ബ്രഹ്മപുത്രയാണ്. ഇത് രണ്ടും കൂടി നിൽക്കുന്ന, ബംഗ്ലാദേശിൽ നിന്നാണ് ഇത് രണ്ടും കണക്ട് ആവുന്നത്. ഈ കണക്ട് ആവുന്ന സ്ഥലത്തിന്റെ പേരാണ് ചാന്ദ്പൂർ. ഇത് രണ്ടും കണക്ട് ആവുമ്പോൾ അവിടെ ഒരു ചന്ദ്രൻ ഉണ്ടാവും, നോക്കൊന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇത് രണ്ടും ഒരു ഗംഗയും ബ്രഹ്മപുത്രയും കൂടി കണക്ട് ആവുന്നു. ആ സമയത്ത് മുകളിൽ ഒരു ചന്ദ്രൻ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാന്ദ്പൂരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണ് കണക്ട് ചെയ്യാവുന്നത്? ബംഗ്ലാദേശിൽ നിന്ന്. ഗംഗാ നദിയും ബ്രഹ്മപുത്രയും ചേരുന്ന സ്ഥലം ചാന്ദ്പൂർ എവിടെയാണ്? ബംഗ്ലാദേശില്. ഓക്കെ, നെക്സ്റ്റ് ഒരു 2 പോയിന്റ് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം PSCയുടെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഗംഗ ആക്ഷൻ പ്ലാനും നമാമി ഗംഗ പ്ലാനും. അത് ഗംഗാ നദി ശുദ്ധീകരിക്കാനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ 2 പ്ലാനുകളാണ് കേട്ടോ ഇത്. അപ്പോൾ രണ്ടും ശ്രദ്ധിക്കണം, രണ്ടും പഠിക്കണം. സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഗംഗയുടെ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് വരുന്നത് ഈ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വരുന്നത്, ശ്രദ്ധിക്കാം. ഗംഗ ആക്ഷൻ പ്ലാൻ 1986 ജനുവരി 14 ഗംഗ ആക്ഷൻ പ്ലാൻ വന്നത്. ആരാണ് ആ സമയത്ത് PM എന്ന് പറയുന്നത്? പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഗംഗ ആക്ഷൻ പ്ലാൻ 1986. അപ്പൊ ഈ ഗംഗ എന്ന് പറയുമ്പോൾ എന്താണ്? ആറല്ലേ, പുഴയല്ലേ, ആറുമായിട്ട് കണക്ട് ചെയ്യാം. 1986. ഈ ഗംഗയിലൊക്കെ ഒരുപാട് ജനങ്ങൾ വരാറില്ലേ? പുണ്യനദിയാണല്ലോ, അപ്പൊ ഒരുപാട് ജനങ്ങൾ വരാറുണ്ട്. അപ്പൊ ജനുവരി. പിന്നെന്താണ് പറഞ്ഞത്? 14 എന്നാ പറഞ്ഞത്. 14. അതൊന്ന് ആലോചിച്ച് വെക്കുക. ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ് വന്നത്? 1986 ജനുവരി 14. എന്താ പറഞ്ഞത്? ഗംഗ ഒരു പുഴയാണ്, ആറാണ്. 1986. ജനങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലെ, പുണ്യനദിയായതുകൊണ്ട് കാണാനൊക്കെ ജനങ്ങൾ വരാറുണ്ട്. ജനുവരി 14. അതിന്റെ PM ആരാണ്? രാജീവ് ഗാന്ധി. PM പ്രധാനമന്ത്രി. ആ സമയത്ത് ഈ ഗംഗ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയത് രാജീവ് ഗാന്ധിയാണ്. അതും കൂടി ഒന്ന് ഓർത്തെടുക്കാം. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തത് നമാമി ഗംഗ പ്ലാൻ. അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. 2014 കേട്ടോ. 2014 നമാമി ഗംഗ പ്ലാൻ. അതാരാണ് ആക്കിയത്?
നടപ്പാക്കിയത് നമ്മുടെ നരേന്ദ്രമോദിയാണ്. എന്താണ് PM, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ ഇതിന്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ നമാമി ഗംഗ പ്ലാൻ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഞാനിത് കണക്ട് ചെയ്തിട്ടുള്ളത് നമാമി ഗംഗ പ്ലാൻ, നമാമി ആണല്ലോ. നമ്മളെ മൗസാൻ ഗേറ്റ് സിനിമയില്ലേ ദിലീപിന്റെ, അപ്പോൾ ദിലീപ് അസുഖമാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടീൻ്റെ വീട്ടിൽ കിടന്ന് സർക്കസ് കളിക്കുന്നുണ്ടല്ലോ ബെഡെന്ന്. അപ്പോൾ ഈ നമസ്കാരം പറയുന്നില്ലേ, രണ്ട് കൈയും അതുപോലെ രണ്ട് കാലും കൂപ്പിയിട്ട് നമസ്കാരം പറയുന്നുണ്ട് കിടന്നുകൊണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ ഒരു പിക്ചറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് കൈയും രണ്ട് കാലും കൂട്ടിയിട്ടാണ് നമാമി, നമിക്കുന്നത്. ഓക്കെ, നമസ്കാരം നമിക്കുന്നത്. അപ്പോൾ രണ്ട് കൈയും രണ്ട് കാലം എന്ന് പറയുമ്പോൾ നാലായില്ലേ, അപ്പോൾ ആ നാലുമായിട്ടാണ് ഞാൻ നമാമി, നാല്, അങ്ങനെയാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എന്തായാലും ഓർമ്മ വരും. ഓക്കെ, അപ്പോൾ നമാമി ഗംഗ പ്ലാൻ എന്ന് പറഞ്ഞാൽ 2014, നമാമി ഗംഗ പ്ലാൻ 2014, 4 അങ്ങനെയാണ് ഞാൻ ഓർത്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് PM എന്ന് പറയുന്നത് എന്താണ്? നരേന്ദ്രമോദി, പ്രധാനമന്ത്രി. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അത് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നറിയോ? ഈ നമാമി എന്ന് പറയുമ്പോൾ നമ്മൾ നമിക്കുക എന്നല്ലേ പറഞ്ഞത്, രണ്ട് കാലും രണ്ട് കൈയോടും നമിക്കുമ്പോൾ 4 കിട്ടിയില്ലേ നമുക്ക്. അതുപോലെ നമ്മൾ വേറെ ആരെയാ നമിക്കുക? നരയുള്ള ആൾക്കാരെയാണ് നമ്മൾ നമിക്കുക. നരയുള്ളത് എന്ന് പറയുമ്പോൾ വയസ്സായ ആൾക്കാരെ. അപ്പൊ നരയുള്ള ആള് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമന്ത്രിയുമായിട്ട് കണക്ട് ചെയ്തൂടെ, നരേന്ദ്രമോദിയുമായിട്ട് കണക്ട് ചെയ്തൂടെ? നരയുള്ള ആള്, നമിക്കുന്നത് ആരാണ്? നരയുള്ള ആള്, വയസ്സായ ആളെയാണെന്നുള്ള ഒരു രീതിയിൽ എടുക്കുക കേട്ടോ. അപ്പം നരേന്ദ്രമോദിയായിട്ട് കിട്ടും. അങ്ങനെയൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ മറ്റേത് എന്തായിരിക്കും? രാജീവ് ഗാന്ധി ആയിരിക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്, ശ്രദ്ധിക്കുക കേട്ടോ. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ നമ്മുടെ പ്രധാനമന്ത്രിമാരും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകൂടി പറയാം, ഗംഗ ആക്ഷൻ പ്ലാൻ ആണ്, ഗംഗ ആക്ഷൻ പ്ലാൻ. അപ്പോൾ ഗംഗ ആക്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ 1986 ജനുവരി 14 വന്നത്. ഗംഗയാണല്ലോ, ആറാണ്, നദിയാണ്, ആറാണ്, 1986 ജനങ്ങൾ അവിടെ വരുന്നുണ്ട് അല്ലെ ഗംഗ കാണാൻ. അപ്പൊ ജനുവരി 14. രാജീവ് ഗാന്ധിയാണ് ആ സമയത്ത് പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി. രണ്ടാമത്തത് നമാമി ഗംഗ പ്ലാൻ ആണ്. നമാമി അല്ലെ, നമിക്കുന്നത്, രണ്ട് കൈയോടും രണ്ട് കാലുകൊണ്ടും നമിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതുപോലെ നമാമി നമ്മൾ വേറെ ആരും എങ്ങനെയാണ് നമ്മൾ നമിക്കുന്നത്? നരയുള്ള ആൾക്കാരെയാണ് നമിക്കുന്നത്, വയസ്സായ ആൾക്കാരെ അല്ലെ. അപ്പൊ നരയുള്ള ആള് നരേന്ദ്രമോദിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ആലോചിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘന. ബംഗ്ലാദേശിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചാന്ദപൂർ വെച്ചിട്ടാണ് അവർ ഒന്നിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഈ ബംഗ്ലാദേശിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ബ്രഹ്മപുത്രന്റെ പേര് ജമുന എന്നായി മാറും. വേറൊരു രാജ്യമാണല്ലോ, അപ്പൊ അവർ വേറെ പേരിട്ട് വിളിക്കും. ഓരോരോ രാജ്യത്ത് ഈ നദീനെ ഓരോരോ പേരിട്ടിട്ടാണ് വിളിക്കുക കേട്ടോ. ഓക്കെ, അത് ടിബറ്റിൽ വേറൊരു പേരാണ്, നമ്മളെ എന്താണ് ഇന്ത്യയിൽ വേറെ പേരാണ്, അതുപോലെ ബംഗ്ലാദേശിലും വേറെ പേരെ വിളിക്കുക. അങ്ങനെ ഓരോരോ രാജ്യങ്ങളും അവർക്ക് ഇഷ്ടമുള്ള പേരിൽ ആ ഒരു നദിയെ വിളിക്കും. അതാണ് പറയുന്നത്. അപ്പൊ ബംഗ്ലാദേശിൽ അവർ ബ്രഹ്മപുത്രയെ വിളിക്കുന്നത് ജമുന എന്നാണ് വിളിക്കുന്നത്. ബംഗ്ലാദേശിൽ ഗംഗയെ വിളിക്കുന്നത് പത്മ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടി പറയാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘന. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന സ്ഥലത്തിന്റെ പേരാണ് ചാന്ദപൂർ. ചാന്ദപൂർ എന്ന് പറയുമ്പോൾ ഒരു ചന്ദ്രനെ ഓർക്കാലോ. ഈ ചന്ദ്രന്റെ കൂടെ ഒരു മേഘം ഉണ്ടെന്ന് ആലോചിച്ചൂടെ? ചന്ദ്രനുണ്ട്, ചാന്ദപൂരിലാണ് വെച്ചിട്ടാണ് രണ്ടും കണക്ട് ആവുന്നത്. അപ്പൊ അവിടെ ഒരു മേഘം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ മേഘനയുടെ പേരിലാണ് പിന്നീട് ഒഴുകുന്നതെന്നും കൂടി ആലോചിച്ചാൽ മതി. ഓക്കെ, ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേരാണ് മേഘന. ഒത്തുചേർന്ന സ്ഥലത്തിന്റെ പേര് ചാന്ദപൂർ. അപ്പൊ ഒത്തുചേർന്നിട്ട് മേഘന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ, ഒഴുകുന്നത്. പിന്നെ NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദിയാണ് ഗംഗ. NW പറഞ്ഞാൽ നാഷണൽ വാട്ടർവേ. ഓക്കെ, നാഷണൽ വാട്ടർവേ 1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദിയാണ് ഗംഗ. ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. നമുക്കൊരു NW1, 2 എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് പഠിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ആലോചിക്കുക, NW1
ദേശീയ ജലപാത കടന്നു പോകുന്ന നദിയാണ് എന്ത്? ഗംഗ. NW1 ആണ് പറയുന്നത്. നമ്മളെ എന്താ പറയാ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗംഗയാണല്ലോ, ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്. അപ്പൊ ആ ഗംഗ നമ്പർ 1 ആണ്. അപ്പോൾ നാഷണൽ വാട്ടർ വേയും നമ്പർ 1 ആന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, NW1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദിയാണ് നമ്മുടെ ഗംഗ. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തിയാണ് അംബാല. ഗംഗ ഇതിലൂടെയാണ് പോകുന്നത്, സിന്ധു ഇതിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഈ ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജലപാതയാണ്, ജല അതിർത്തിയാണ് എന്ത്? അംബാല. ഒരു ആല വെച്ചിട്ട് മറക്കുന്നതൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. ഒരു ആല വെച്ചിട്ടാണ് ഒരു മറയുള്ളത്, ജല അതിർത്തി എന്നല്ലേ പറയുന്നത്. അതിർത്തി ഒരു ആല വെച്ചിട്ടുള്ള അതിർത്തിയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ അംബാല കിട്ടും. അംബാല എവിടെയാണ്? ഹരിയാന. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്നാണ് പ്രദേശം. സുന്ദർബൻ ഡെൽറ്റ അറിയുന്നതായിരിക്കും അല്ലെ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത് സുന്ദർബൻ ഡെൽറ്റയാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സുന്ദർബൻ ഡെൽറ്റ ഇത് എവിടെയായിട്ടാണ് കേട്ടോ വരുന്നത്? ഗംഗയുടെയും അതുപോലെ ബ്രഹ്മപുത്രയും ഒന്നിച്ച് എത്തുന്ന സ്ഥലമാണ് അല്ലെ. അപ്പൊ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഇവിടെ സുന്ദരി മരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇനി സുന്ദരി വനം എന്ന രീതിയിൽ സുന്ദർബൻ ഡെൽറ്റ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. സുന്ദരി വനം, സുന്ദരി മരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് സുന്ദർബൻ ഡെൽറ്റ എന്ന് പിന്നീട് പേര് വന്നത്. ഓക്കെ, നെക്സ്റ്റ് റോയൽ ബംഗാൾ കടുവകളെ ഇവിടെ സംരക്ഷിക്കുന്നുണ്ട്. എവിടെ? നമ്മുടെ സുന്ദർബൻ ഡെൽറ്റയിൽ റോയൽ ബംഗാൾ കടുവകളെ സംരക്ഷിക്കുന്നുണ്ട്. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി നദി. ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി നദി. അപ്പൊ പോഷക നദികളും കൈവഴിയും തമ്മിൽ വ്യത്യാസമുണ്ട്. പോഷക നദികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. ഓക്കെ, പോഷക നദികൾ എന്താണ്? ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദികൾ പോഷക നദികളും, ഈ നദി ഇങ്ങനെ വേർവിട്ട് പോകുന്നൊക്കെ അല്ലേ, അതാണ് അതിന്റെ കൈവഴി എന്ന് പറയുന്നത്. നദി തന്നെ പോകൂലേ വേറെ ആയിട്ട്, അതിനെയാണ് കൈവഴി എന്ന് പറയുന്നത്. അങ്ങനെ ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി നദി. ഗംഗാ നദി ഒഴുകുന്നത് ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഗംഗാ നദി ഇതിലൂടെ ഒഴുകുന്നത് നമ്മുടെ ഇന്ത്യയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ഒഴുകുന്നത് എത്ര കിലോമീറ്റർ പറഞ്ഞത്? 2525. അതിനുശേഷം അത് ബംഗ്ലാദേശിലേക്കാണ് കടക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടുന്ന് നമ്മളെ ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുന്നു. ഓക്കെ, പതിക്കുന്നു. പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ബേ ഓഫ് ബംഗാൾ, BOB എന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ എന്നാണ്. അതായത് ബംഗാൾ ഉൾക്കടൽ. ഇത് ഷോർട്ട് ഫോം ഇതാണ് കേട്ടോ, ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്രയും ഗംഗയും ഒത്തുചേർന്ന് ഒഴുകുമ്പോൾ അറിയപ്പെടുന്ന പേര് മേഘന എന്നാണ്. ആ സ്ഥലത്തിന്റെ പേര് ചാന്ദ്പൂർ. പിന്നെ നാഷണൽ വാട്ടർ വേ 1 ദേശീയ ജലപാത കടന്നു പോകുന്ന നദി ഗംഗ. ഗംഗ നമ്പർ 1 ആണ്, അതുകൊണ്ട് 1 ആണെന്ന് ആലോചിക്കുക. ഗംഗയെയും സിന്ധുവിനെയും വേർതിരിക്കുന്ന ജല അതിർത്തി അംബാല. ഒരാളെ വെച്ചിട്ട് ഉള്ള ജല അതിർത്തി. ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ. ഒരുപാട് സുന്ദര മരങ്ങളൊക്കെ ഉണ്ട്, സുന്ദരി മരങ്ങൾ. ആ മരത്തിന്റെ പേര് തന്നെ അങ്ങനെയാണ് കേട്ടോ, സുന്ദരി മരങ്ങൾ. അപ്പോൾ ഇതിനെ എന്തും കൂടി പറയുന്നുണ്ട്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ എന്നും പറയുന്നുണ്ട്. റോയൽ ബംഗാൾ കടുവകളെ എവിടെ സംരക്ഷിക്കും? ഇവിടെ നമ്മുടെ സുന്ദർബൻ ഡെൽറ്റ ആ ഒരു ഭാഗത്ത് സംരക്ഷിക്കുന്നതാണ് റോയൽ ബംഗാൾ കടുവ. ഓക്കെ, ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹൂഗ്ലി. ഗംഗാ നദി ഒഴുകുന്നത് ഇന്ത്യയും ബംഗ്ലാദേശിലുമാണ്. പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ ദേശീയ ജലജീവി എന്നറിയപ്പെടുന്നത് ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിൻ. നെക്സ്റ്റിലേക്ക് പോവാം. കുംഭമേള എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനമാണ് കുംഭമേള. 12 വർഷത്തിലൊരിക്കലാണ് ഈ കുംഭമേള നടക്കുന്നത് കേട്ടോ. 12 വർഷത്തിലൊരിക്കൽ. പൊതുവെ നടക്കുന്നത് 12 വർഷത്തിലൊരിക്കലാണ്. പക്ഷെ അതിനും വ്യത്യാസമുണ്ട്, ഞാൻ പറയാം. ഓക്കെ, ഈ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ താഴെ കൊടുത്ത 4 സ്ഥലങ്ങൾ. ഓക്കെ, അലഹബാദ്, ഹരിദ്വാർ, ഉജ്ജയിനി, നാസിക്. ജസ്റ്റ് ഒന്ന് കേട്ട് പോയാൽ മതി കേട്ടോ.
ഓക്കെ, സ്ഥലങ്ങൾ എന്താണ്? അലഹബാദ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്, ഗംഗാ നദീതടത്തിലാണ് കേട്ടോ, ഗംഗാ നദീതടത്തില്. ഹരിദ്വാർ ഉത്തർപ്രദേശിലാണ്, ഉത്തരാഖണ്ഡിലാണ്, അതും ഗംഗാ നദിയാണ് കേട്ടോ. ഗംഗാ നദിയിലൂടെയാണ് സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഉജ്ജയിനി മധ്യപ്രദേശിലാണ്, അവിടുത്തെ നദിയുടെ പേരാണ് ക്ഷിപ്ര. ഉജ്ജയിനി മധ്യപ്രദേശ്, ക്ഷിപ്ര. നാസിക് മഹാരാഷ്ട്രയാണ്, ഗോദാവരി. ഓക്കെ, അപ്പോൾ സ്ഥലങ്ങൾ 4 എന്താണ്? 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള എവിടേക്കാണ് നടക്കുന്നത്? 4 സ്ഥലത്താണ് നടക്കുന്നത്. അലഹബാദ് ഉത്തർപ്രദേശ്, ഗംഗാ നദിയാണ് അവിടെയുള്ളത്, ഓൾറെഡി അറിയുന്നതായിരിക്കും അല്ലേ. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലാണ്, അവിടെയും ഗംഗാ നദിയാണ്. ഉജ്ജയിനി മധ്യപ്രദേശാണ്, ക്ഷിപ്ര നദി. അപ്പൊ ഉജ്ജയിനി എന്ന് പറയുമ്പോൾ ഉച്ച എന്നെടുത്തൂടെ? ഉച്ചക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മദ്യമല്ലേ, രാവിലെ ഉച്ച രാത്രി എന്നുള്ളത് മദ്യം. ഉച്ച എന്ന് പറയുമ്പോൾ മദ്യമാണ്. മദ്യം മീൻസ് ആ ഉച്ച സമയത്തൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ഷിപ്രകോപിക ആവുന്നൊക്കെ ഒന്ന് വിചാരിക്കുക. ക്ഷിപ്രകോപി, ദേഷ്യം വരുന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഉജ്ജയിനി മധ്യപ്രദേശ്, ക്ഷിപ്ര. ഓക്കെ, നെക്സ്റ്റ് നാസിക് മഹാരാഷ്ട്രയാണ്, ഗോദാവരി നദി. ഓക്കെ, അർദ്ധകുംഭമേള 6 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നു. അർദ്ധകുംഭമേളയുണ്ട് കേട്ടോ, മഹാകുംഭമേളയുണ്ട്, അർദ്ധകുംഭമേളയുണ്ട്, കുംഭമേളയുണ്ട്. ഈ കുംഭമേളയാണ് 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത്. എന്നാൽ അർദ്ധകുംഭമേള പറയുമ്പോൾ 12ന്റെ പകുതി 6 വർഷം, 6 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. അതെവിടെയാണ്? 2 സ്ഥലത്താണ് നടക്കുന്നത്. ഹരിദ്വാർ ഉത്തരാഖണ്ഡിലും അലഹബാദ് ഉത്തർപ്രദേശ്, 2 സ്ഥലത്താണ് നടക്കുന്നത്, ഗംഗാ നദിയിൽ. ഇനി മഹാകുംഭമേളയുണ്ട്. മഹാകുംഭമേള എന്ന് പറയുമ്പോൾ ഈ 12ന്റെ ഇരട്ടി അല്ലെ, ഇരട്ടി എന്നല്ല, 12 × 12. ഓക്കെ, അപ്പൊ 144. മഹാകുംഭമേള 144 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. അത് മെയിൻ സ്ഥലം അലഹബാദിലാണ് നടക്കുന്നത് കേട്ടോ. അവസാനത്തെ മഹാകുംഭമേള നടന്നത് 2013. ഓക്കെ, അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു വായിച്ചു വിട്ടാൽ മതി. ഓക്കെ, ഒന്നുകൂടി പറയാം. കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു മത സമ്മേളനമാണ് കുംഭമേള. എങ്ങനെയൊക്കെ നടക്കും? കുംഭമേളയുണ്ട്, അർദ്ധകുംഭമേളയുണ്ട്, അതുപോലെ മഹാകുംഭമേളയുണ്ട്. അപ്പൊ കുംഭമേള എന്ന് പറയുമ്പോൾ നടുക്കുള്ള ഒരു സംഭവം 12 വർഷം. അർദ്ധം എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി, 12ന്റെ പകുതി 6 വർഷം. ഇനി മഹാകുംഭമേള എന്ന് പറയുമ്പോൾ 12 × 12 144 വർഷം. ഓക്കെ, ആ ഒരു ഗ്യാപ്പിലാണ് നടക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. അവസാനമായി കുംഭമേള നടന്നത് 2013. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാം. വൃദ്ധഗംഗ, തെലുങ്ക് ഗംഗ, പാതാള ഗംഗ, അർദ്ധഗംഗ, ദക്ഷിണഗംഗ, മാളവ ഗംഗ, ഇത്രയും കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, പറയാം. വൃദ്ധഗംഗ എന്ന് പറയപ്പെടുന്നത് ഗോദാവരിയാണ്. ഗോദാവരി നദിയെയാണ് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. ഓക്കെ, നെക്സ്റ്റ് തെലുങ്ക് ഗംഗ, കൃഷ്ണ നദി, പാതാള ഗംഗ, കൃഷ്ണ നദി, അർദ്ധഗംഗ, കൃഷ്ണ നദി, അതുപോലെ ദക്ഷിണ ഗംഗ, കാവേരി നദി, മാൾവ, ബേത്വ നദി. അപ്പൊ ഈ വൃദ്ധന്മാരൊക്കെ ഗോതമ്പാണ് തിന്നുന്ന ആലോചിക്കുക. വൃദ്ധന്മാർ ഗോതമ്പാ തിന്നുന്നത്, ഗോദാവരി. വൃദ്ധഗംഗ എങ്ങനെ ആലോചിക്കാം? വൃദ്ധന്മാര് ഗോതമ്പാണ് തിന്നുന്നത്, ഗോദാവരി. നെക്സ്റ്റ് തെലുങ്ക് ഗംഗ, കൃഷ്ണ. ഓക്കെ, തെലുങ്ക് ഗംഗ എന്ന് പറയുമ്പോൾ ഒരു കൃഷ്ണന്റെ തല എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. കൃഷ്ണന്റെ തല, തെലുങ്ക് തല എന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ തെലുങ്ക് ഗംഗ, കൃഷ്ണ നദി. പാതാള ഗംഗ എന്ന് പറയുന്നത് കൃഷ്ണ നദിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ആലോചിച്ചത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തത് കൃഷ്ണനാണ്, ചുമ്മാ ഒന്ന് ആലോചിച്ചതാണ് കേട്ടോ. അല്ല, എന്നാലും ഒരു ചെറിയ കണക്ഷന് വേണ്ടിയിട്ട് ആലോചിച്ചത് പാതാളത്തിലേക്കൊക്കെ ചവിട്ടി താഴ്ത്തിയത് കൃഷ്ണനാണെന്നൊക്കെ ഒന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പാതാള ഗംഗയും കൃഷ്ണനുമായിട്ട് കിട്ടും. നെക്സ്റ്റ് അർദ്ധഗംഗ പറയുമ്പോൾ കൃഷ്ണഗംഗ. അപ്പൊ അർത്ഥം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത്, ഈ ചില പിക്ചറൊക്കെ ഉണ്ടാവില്ലേ, ദൈവത്തിന്റെ പിക്ചർ, അതിലിങ്ങനെ അർദ്ധ ഫോട്ടോ ഒക്കെ ആക്കിയിട്ട് വെക്കാറില്ല. ഈ ശിവന്റെ ഒക്കെ ഞാൻ കാണാറുണ്ട്, ഇങ്ങനെ ശിവനും പാർവതിന്റെ ഒക്കെ അർദ്ധ ഫോട്ടോ ആയിട്ട് വെച്ചിട്ടുള്ളത്, മുഖത്തിന്റെ പകുതി പകുതിയാക്കിയിട്ട്. അതുപോലെ കൃഷ്ണന്റെ അങ്ങനെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. അർദ്ധം അല്ലെ, അർദ്ധഗംഗ, കൃഷ്ണ നദി. ദക്ഷിണഗംഗ കാവേരിയാണ്. ദക്ഷിണഗംഗ എന്ന് പറയുന്നത് കാവേരി നദിയാണ്. ഓക്കെ, ഈ ദക്ഷിണയൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് വരി വരിയായിട്ട് നിന്നിട്ടല്ലേ കൊടുക്കുക. ഈ ദക്ഷിണയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വരി വരിയായി നിന്നിട്ട് ആണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ദക്ഷിണഗംഗ, കാവേരി നദി. നെക്സ്റ്റ് മാൾവ ഗംഗ, ബേത്വ നദി. മാൾവ, ബേത്വ, 2 വാ ഉണ്ട്. മാള്, ബേത്വ. ഓക്കെ, ബേത്വ, മാൾവ, ബേത്വ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വൃദ്ധഗംഗ പറഞ്ഞു, ഗോതമ്പ് അല്ലെ, വൃദ്ധന്മാർ ഗോതമ്പ് തിന്നും. ഗോദാവരി നദി, തെലുങ്ക് ഗംഗ, കൃഷ്ണന്റെ തലയാന്നൊക്കെ ഒന്ന് ആലോചിക്കുക. പാതാള ഗംഗ പറയുമ്പോൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കൃഷ്ണനാണ്, ചുമ്മാ ഒന്ന് ആലോചിക്കുക. അർദ്ധഗംഗ പറയുമ്പോൾ അർദ്ധം അല്ലെ കൃഷ്ണൻ. ഇനി ദക്ഷിണ ഗംഗ പറയുമ്പോൾ ദക്ഷിണയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വരി വരിയായിട്ട് നിന്നിട്ടാ കൊടുക്കുക, വരി കാവേരി. മാൾവാ ഗംഗ പറയുമ്പോൾ മാള് അല്ലെ, മാൾവാ വാ, വാവും ബേത്ത് വാവും രണ്ടിലും വാ ഉണ്ട്. ഇത് വാ ആണ് കേട്ടോ. മാൾവാ ബേത്ത് വാ, ബേത്ത് വാ, വാ വാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇരുന്ന് പഠിക്കുക. ഇന്ത്യൻ നദികളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഗംഗയുടെ ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. ഗംഗ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഗംഗയുടെ പോഷക നദികളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അതും ഏകദേശം നമ്മൾ നേരത്തെ കണ്ട പോലെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ചൊരു ടൈറ്റ് ഉണ്ടാവും, അത് കുഴപ്പമില്ല, എന്നാലും പഠിക്കുക. ഓക്കെ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടിട്ട് അടുത്ത ഭാഗം പഠിക്കുക കേട്ടോ. അവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കളേ ഉണ്ടാവും. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം ഫ്രീ ആയതിനു ശേഷം അല്ലെങ്കിൽ സെറ്റ് ആയതിനു ശേഷം ആ കിട്ടാത്ത ഭാഗം ഒന്നുകൂടി നോക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ എക്സാം ഉണ്ടാവും, ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ബൈ.